ഹേ ഗൈസ്, അപ്പോൾ ഈ അടുത്ത് ഞാനായിട്ട് ഷോർട്സിന് ഒരാൾ കമന്റ് ഇട്ടിട്ട് ചോദിച്ചു രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള സ്റ്റഡി വ്ലോഗ് ചെയ്യാം. പിന്നെന്താ, ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഫേസ് വാഷ് ഇട്ട് മുഖമൊന്ന് കഴുകും. കാരണം സ്കിന്ന് എൻ്റെ ഭയങ്കര ഓയിലാണ്. രാവിലെ തൊട്ട് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പപ്പടം കാച്ചാനുള്ള എണ്ണ എൻ്റെ മുഖത്ത് നിന്ന് തന്നെ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പല്ലേച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെയിലുള്ളും കുറച്ച് നേരം പോയിട്ട്. വെളുപ്പിന് എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് വെയിൽ കൊണ്ടത്. ശരിക്കും നമ്മൾ 10 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളുന്നതാണ് നല്ലത് എന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു. പിന്നെ വെറും വയറ്റിൽ കുറച്ച് നേരം വെള്ളം കുടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറാണ് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാറൊക്കെ രാവിലെ ഉണ്ടാക്കണ ആരും ചൂടാറിയിട്ടുണ്ടാവും. എനിക്ക് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ. അങ്ങനെ സാമ്പാർ ഞാൻ എടുത്ത് ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. അധികം നേരം ചൂടാക്കിയില്ല. അങ്ങനെ ഇഡ്ഡലി എടുത്തു. എനിക്കാണെങ്കിൽ ഇഡ്ഡലി രാവിലെ കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുത്തു. ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് സിനിമ കാണണം. അപ്പം ഞാൻ എന്തെങ്കിലും സിനിമയോ സീരീസ് എന്തെങ്കിലുമൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരുന്നിട്ടേ കഴിക്കാറുള്ളൂ. സ്റ്റഡി വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് നിന്റെ സ്റ്റഡി ഒന്നും കണ്ടില്ലല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നത്. ഈ പൊളൈറ്റിയുടെ ബുക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ തോന്നും. അങ്ങനെ അതിരുന്ന് പഠിക്കാനുള്ള പ്ലാനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് പൊതുവെ. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ അധികം മടിയൊന്നും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യം വരാറുള്ള കാരണം അത് പഠിക്കാൻ എന്തായാലും. അങ്ങനെ പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ എടുത്തു. എന്തെങ്കിലും എക്സ്ട്രാ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ലാപ്പ് എടുത്തു ക്ലാസ് കാണാൻ. UPSC ആണ് ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്ക്. ഈ സാറിന്റെ ക്ലാസ് ഞാൻ പൊതുവെ കാണാറുണ്ട്. കാരണം ചില സാർമാരെ നമുക്ക് പഠിപ്പിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ സാറിന്റെ പഠിപ്പിക്കുന്ന രീതി കൊള്ളാം, നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് എടുത്തു. സെക്കൻഡ് പാർട്ടിൽ സ്റ്റേറ്റ് PSCനെ കുറിച്ച് പഠിക്കാനുണ്ടായി. അങ്ങനെ അതൊക്കെ കണ്ട് നോട്ട് എഴുതി പഠിച്ചു. അത് ഞാൻ പിന്നെ കറണ്ട് അഫെയറിലേക്ക് പോയി. കറണ്ട് അഫെയർ ഞാൻ ബേസിക്കലി എഴുതിയാണ് പഠിക്കാറ്. കാരണം കറണ്ട് അഫെയർ എനിക്ക് ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അത് എഴുതണം. അല്ല വായിച്ചു വിട്ടാൽ എനിക്ക് ചിലപ്പോൾ ഓർമ്മ നിൽക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 2 മണി എന്തോ ആയി. പിന്നെ വീണ്ടും വിശന്ന് തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലേക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, മീൻ വറുത്തതുണ്ട്, രാവിലത്തെ സാമ്പാറുണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്. അങ്ങനെ ഫുഡ് കടിയും കഴിഞ്ഞു. ഫുഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സമയം കളയാണ്ട് കറണ്ട് അഫെയർ പഠിക്കാൻ പോയി. നേരത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായുള്ളൂ, വിശപ്പ് കാരണം പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ കറണ്ട് അഫെയർ ഇന്ന് പഠിച്ചു. അടുത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ 6 മണി 7 മണി എന്തോ ആയി. ഉറങ്ങിയിട്ടപ്പോൾ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കല്ലേ, പഠിത്തമുണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നെ മാഗി ഉണ്ടാക്കി. എനിക്ക് മാത്രമല്ല അനിയനും ഉണ്ടാക്കി, അവനും കൊടുത്തു, ഞാനും കഴിച്ചു. മാഗി തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പഠിക്കാൻ കയറി. അപ്പോൾ ഇപ്പോഴും ഞാൻ പൊളൈറ്റി തന്നെയാണ് പഠിക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ പൊളൈറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാനായിരുന്നു. അങ്ങനെ നാഷണൽ കമ്മീഷൻ ഫോർ SC ആണ് ഞാനിപ്പോൾ പഠിക്കാൻ പോണത്. ഈ സാറിന്റെ ക്ലാസ് തന്നെയാണ് കാണുന്നത്. അത് ചെറിയ ടോപ്പിക്കാണ്, അപ്പോൾ അധികം സമയം എടുക്കൂല. അങ്ങനെ അതിരുന്ന് കണ്ടു, അതിന്റെ നോട്ടൊക്കെ നോക്കി അതിരുന്ന് പഠിച്ചു. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് രാത്രിയായി. അപ്പം ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പഠിക്കാന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഞാൻ തൊഴിൽ വാർത്തെടുത്തു. തൊഴിൽ വാർത്തിൽ ഞാൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ബാക്കി കുറച്ചുകൂടി പഠിച്ചു. നീണ്ട് കുറച്ചുകൂടി ബാക്കി, അതിന് നാളെ പഠിക്കണം. അങ്ങനെ അടുത്തൊക്കെ കഴിഞ്ഞ് 12:30. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ശരി.